ഹായ് ഫ്രണ്ട്സ്, പൂക്കളം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും നമ്മൾ അതുപോലെ തന്നെ ആദ്യം ഒരു സർക്കിളാണ് ഡിസൈൻ വരയ്ക്കാൻ വേണ്ടി വരച്ചത്. സർക്കിൾ വരച്ച ശേഷം ഇനി അതിൻ്റെ ഉള്ളിലായിട്ട് വീണ്ടും ഒരു സർക്കിളാണ് വരച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടോട്ടൽ 2 സർക്കിളാണ് ഇവിടെ വരച്ചത്. നമ്മൾ സർക്കിളായിട്ട് കണക്ട് ചെയ്ത് കർവുകൾ കണക്ട് ചെയ്ത് വരയ്ക്കുക. ഉള്ളിലെ സർക്കിളായിട്ട് കണക്ട് ചെയ്താണ് നമ്മൾ കർവുകൾ കണക്ട് ചെയ്ത് വരച്ചത്. ഇത്രയാണ് നമ്മളിവിടെ ചെയ്തത്. ഉള്ളിലെ സർക്കിളായിട്ട് കണക്ട് ചെയ്ത് കർവുകൾ കണക്ട് ചെയ്ത് വരച്ച് ഉള്ളിലൊരു നക്ഷത്രത്തിൻ്റെ ഷേപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ഇനി ഏറ്റവും ഉള്ളിലായിട്ട് ഒരു സർക്കിളും വരച്ചു. അപ്പോൾ ഇത്രയാണ്. ഒരു സിമ്മട്രിക്കലായിട്ടുള്ള ഒരു അടിപൊളി ഡിസൈനാണ് ഇത് വരയ്ക്കാൻ പോകുന്നത്. സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീഡിയോ പറഞ്ഞിരിക്കുന്നത്. ഇനി ഏറ്റവും ഉള്ളിലായിട്ടും കർവുകൾ ജോയിൻ ചെയ്ത് ഒരു സ്റ്റാറിൻ്റെ ഷേപ്പ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതും കംപ്ലീറ്റ് ചെയ്ത് വരച്ചു കഴിഞ്ഞ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ്. ഇനി നമ്മളത് ജോയിൻ ചെയ്ത് സെൻറ്ററുമായിട്ട് ജോയിൻ ചെയ്ത് കർവ് ലൈൻസ് തമ്മിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് സെൻറ്ററിൽ ഫിഗർ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി ഇതിൽ ഒരുപാട് ഡീറ്റെയിലിംഗ് ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഡീറ്റെയിലിംഗ് മാക്സിമം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് പൂക്കൾ ഉപയോഗിച്ച് അവിടെ ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് മാക്സിമം ഡീറ്റെയിലിംഗ് കൊണ്ടുവരുന്നത്. ഇനി ഏറ്റവും ഉള്ളിലായിട്ട് കർവുകൾ തമ്മിൽ കണക്ട് ചെയ്ത് ഒരു പൂവിൻ്റെ ഇതളിൻ്റെ ഷേപ്പ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഫിഗർ കണ്ടിരിക്കും പോലെ തന്നെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. ഇനി പുറമേ ആയിട്ട് നമ്മൾ കർവുകൾ തമ്മിൽ സർക്കിളും അതിൻ്റെ എൻഡുമായിട്ട് കണക്ട് ചെയ്ത് ഇതുപോലെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. കർവുകൾ തമ്മിലുള്ള എൻഡുകളും കണക്ട് ചെയ്തു. ഇനി മറ്റു സൈഡും കണക്ട് ചെയ്ത് കർവുകൾ തമ്മിലുള്ള എൻഡ് കണക്ട് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ ഫിഗർ ഇങ്ങനെയായിട്ട് മാറി. വളരെ ഈസി ആയിട്ട് ഇതുപോലെ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുവരെ ചെയ്ത് എല്ലാവർക്കും മനസ്സിലായെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്കിയുള്ള ഭാഗത്ത് ഡോട്ട് ഇട്ട് ഫില്ല് ചെയ്യുക. ഇത്രയാണ് നമ്മൾ ചെയ്തത്. അതിൻ്റെ ഇടഭാഗത്ത് ഡോട്ട് ഇട്ട് ഫില്ല് ചെയ്യുക. അപ്പോൾ അതും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ ഡിസൈൻ അധികം എന്താ പറയുക കഷ്ടപ്പെടാതെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ബാക്കിയുള്ള ഭാഗത്ത് കട്ട് ചെയ്ത് എടുക്കുക. ഓക്കെ, ഔട്ടർ സർക്കിളും ഇന്നർ സർക്കിളുമായിട്ട് വരുന്ന ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് പൂക്കളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി സിമ്മട്രിക്കലായിട്ടുള്ള ഒരു നല്ലൊരു ഡിസൈനാണ്. പൂക്കളായിട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് തന്നെ നോക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും ഒരുപാട് നല്ല നല്ല ഡിസൈനുകൾ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം പൂക്കളം ടീം.